കോടാനുകോടി വിശ്വാസികൾ പടച്ച തമ്പുരാന്റെ മുന്നിൽ സുബഹി നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയിട്ട് പറയുന്നു അല്ലാഹുമ്മ ഹദിനാ ഫീമാ ഹദൈത് അല്ലാഹുവേ നീ ഹിദായത്ത് സന്മാർഗം സിദ്ധിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രണ്ടാമതായി ഹിദായത്ത് എന്ന സന്മാർഗം എന്ന വെളിച്ചം പറഞ്ഞതിന് ശേഷം രണ്ടാമതായി പടച്ച തമ്പുരാന് പറയാന് പഠിപ്പിച്ചതെന്താ, മഹാന്മാര് പഠിപ്പിക്കുന്നതെന്താ? രണ്ടാമത് അല്ലാഹു നൽകിയ അനുഗ്രഹമാ വാഫിനാ ഫീമൻ ആഫൈത്. അല്ലാഹുവേ ശരീര സുഖം നൽകിയവരുടെ കൂട്ടത്തില് ഞങ്ങളെയും നീ പെടുത്തണമല്ല. കാരണം ശരീരത്തിനുള്ള സുഖം, ശരീരത്തിനുള്ള ആരോഗ്യം പടച്ചവന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അനുഗ്രഹം നടത്തവന്റെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒന്ന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരമെന്ന് പറഞ്ഞാൽ അത് പടച്ചവൻ നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാഗത്തു നിന്ന് കോടാനകോടി അനുഗ്രഹങ്ങൾക്ക് എന്ത് നന്ദി പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്, എന്ത് നന്ദിയാണ് പടച്ച തമ്പുരാന്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ കോടാനകോടി അനുഗ്രഹങ്ങളും പേര് അതിനെയെല്ലാം അവമതിച്ച് തോന്നിവാസിയായി നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ആ ഉടമസ്ഥനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് ആരോഗ്യം തന്ന തമ്പുരാന്, നമുക്ക് വായു തന്ന തമ്പുരാന്, നമുക്ക് വെളിച്ചം തന്ന തമ്പുരാന്, ഒരു വിരിപ്പ് പോലെ ഭൂമിയെ വിധാനിച്ചു തന്ന തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമണ്ഡലത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശഗോപുരമുണ്ടല്ലോ, പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രമായ സൂര്യനുണ്ടല്ലോ, ആ സൂര്യന് വരെയും പടച്ചവൻ പവർ കെട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരു മണിക്കൂർ പവർ കെട്ടില്ല. എന്തെല്ലാം ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങൾക്കും കേടുപാടുണ്ടാകുന്നുണ്ട്. അല്ലാഹു സംവിധാനിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബൾബുണ്ടല്ലോ, ആ സൂര്യൻ വശംസു തജ്രീ ലിമുസ്തഖറില്ലഹാ ذلك تقدير العزيز العليم والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് തെറ്റിപ്പോകുന്നില്ല, ഒരിക്കലും അതിന്റെ ചലനത്തിന് ചാഞ്ചാട്ടമില്ല. അല്ലാഹു നിർണയിച്ചു കൊടുത്ത പദത്തിലൂടെ അതാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോടാനകോടി അനുഗ്രഹങ്ങളെ നമ്മൾ ആവാദിച്ചെടുത്തുകൊണ്ട് പടച്ചവന്റെ അനുഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ ഇന്ന് വരെയും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് വേണ്ടതുപോലെയുള്ള ഒരു നന്ദി പ്രകടനം നടത്താൻ നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ട്, അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കൂടെ പറയണമല്ലോ. അനുഗ്രഹം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഒരല്പം അതും കൂടെ ഇതിനോട് ചേർത്ത് വെക്കുന്നത് വളരെ വൃത്തിയായിരിക്കും. നമ്മൾ ആരാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഇത്രയും നമുക്ക് നൽകപ്പെട്ടപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് എത്ര കണ്ട് നന്ദി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അത് ചിന്തിക്കുമ്പോ മൃഗങ്ങളൊക്കെ ഫസ്റ്റ് പ്രൈസാ, അവർക്കൊക്കെ എ പ്ലസ്. പടച്ച തമ്പുരാന് നന്ദി ചെയ്യുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശഭൂമിയിലുള്ള മുഴുവൻ ചരാചരങ്ങളും വസ്തുക്കളും സൃഷ്ടികളും ജീവജാലങ്ങളും പടച്ച തമ്പുരാന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന് നന്ദി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവളകളെ നിങ്ങൾ കൊല്ലരുത്. തവള എന്ന് പറയില്ല ഇവിടെ, തവള അറിയോ? ഒരു അലാറം, ഒരു അലാറം വേറൊരു ജീവിക്കും കിട്ടാത്ത പ്രത്യേകമായ അലാറം കൊണ്ട് കിടക്കുന്ന, അതിനെ കൊല്ലാൻ പാടില്ല. ഞാനല്ല പറഞ്ഞത്, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? അല്ലാഹുവിന് ഒരുപാട് തസ്ബീഹ് ചെല്ലുന്ന ജീവികളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാ. അതുകൊണ്ട് തവളയെ കൊല്ലരുത്. ഔ കമാ ഖാല റസൂലുള്ളാഹി
കണ്ടോ നമ്മളെപ്പോഴാ പടച്ചവന് തസ്ബീഹ് ചെല്ലുന്നത്? നമ്മളെപ്പോഴാ പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടനം നടത്തുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് നായകളോടി നടക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ തളികയിൽ നിന്ന്, ടേബിളിൽ നിന്ന് വേസ്റ്റുകൾ വൃത്തിയാക്കി നമ്മുടെ പ്രിയപ്പെട്ട പ്രാണപ്രയസ്, നമ്മുടെ സഹധർമ്മിണി, നമ്മുടെ ഭാര്യ വേസ്റ്റ് കൊണ്ടുവന്നിട്ടതാ അടുക്കളയുടെ പിന്നാമ്പുറത്തു കൂടി പുറത്തേക്ക് കളയുക. നോക്കുമ്പോൾ അവിടെ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ അത് വളരെ ആർത്തിയോടെ വിശന്ന് ഉരിഞ്ഞു നിന്ന നായ അതങ്ങനെ വാരി കഴിച്ചു, നക്കി തുടച്ചെടുത്തു. അല്ലേ? രണ്ടാമത്തെ ദിവസം ആ നായ അവിടെ ഉണ്ടാവും. ആ ടൈം ആവുമ്പോ ഇപ്പൊ വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? അന്നും കൊണ്ടുപോയി കൊടുക്കാൻ. പക്ഷേ ഈ നായയെ പ്രിയപ്പെട്ട സഹോദരി കണ്ടിട്ടില്ല. ദിവസങ്ങളോളം ഇങ്ങനെ വേസ്റ്റ് കടിച്ച് ആ നായയുടെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ ഒന്നാലോചിക്കണേ, നിങ്ങൾ ആരെങ്കിലും ആ പ്രിയപ്പെട്ട നിങ്ങളുടെ ഭാര്യയോടൊത്തൊന്ന് സഞ്ചരിക്കുമ്പോ ആ നായ ഏതെങ്കിലും വഴിവക്കിൽ വെച്ച് ആ മുഖം കണ്ടാല് നമ്മൾ അറിയൂല ആ നായ അവിടെ നിന്ന് വാലാട്ടിക്കാടിച്ച് നന്ദി കാണിക്കുന്നത് കാണാം. എന്തിന്റെ പേരിലാണ്? ഒരു നേരത്തെ വിശപ്പടക്കാൻ നിങ്ങൾ കഴിച്ച വേസ്റ്റ് ഇട്ട് കൊടുത്തു. ആ നായക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. ഒരു നന്ദി ചെയ്യുന്ന ജീവിയാണ് നായ, മറന്നു പോകണ്ട. ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ജർമ്മനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു വിഷയമാ. എന്താണെന്നറിയുമോ? ജർമ്മനിയിൽ, വിദേശ നാടുകളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളില് നായയുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാ. നായയില്ലാത്ത വീടുകൾ ചുരുക്കവാ. നായയുമായിട്ട് വലിയ സ്നേഹവാ, സമ്പർക്കവാ. പല കാര്യങ്ങൾക്കും നായ ഒരു ഉപയോഗപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നായ ഒരിക്കൽ അതിന്റെ നായയുടെ മുതലാളി, അതിന്റെ യജമാനൻ ശരിക്കങ്ങടിച്ചു, പ്രകരിച്ചു, ശക്തിയായി ചാട്ടവാറ് കൊണ്ടടിച്ചു. ആ നായയുടെ ശരീരം മുറിഞ്ഞു. ആ നായയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നടിച്ചു. ആ നായ വേച്ചങ്ങനെ നടന്നുകൊണ്ട് കരയുമ്പോ, കുരക്കുമ്പോ, പരിസരത്ത് നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ എത്തി നോക്കുമ്പോ നായ എന്താ കരയുന്നത്? കാരണം അവരിഷ്ടപ്പെടുന്ന ഒരു ജീവിയാ. അപ്പുറത്തെ വീട്ടിലെ നായയുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുമ്പോ, ആ നായയുടെ കരച്ചിലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ, ആ നായ അവര് പരിശോധിക്കുമ്പോ അടിച്ച് അവസരാക്കിയിട്ടുണ്ട്. ആ നായയുടെ ശരീരം മുറിഞ്ഞിട്ടുണ്ട്, അതിന്റെ കാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, അതിന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ട്. അസഹ്യമായ വേദനയോടെ നായ കുരച്ചെന്ന് കരയുമ്പോ സഹിക്കാൻ പറ്റാത്ത പരിസരവാസികൾ ജർമ്മനിയിലുള്ള കോടതിയിലേക്ക് പരാതി കൊടുക്കുകയാ. ഇന്നാളൊരു മൃഗത്തെ, പ്രത്യേകിച്ച് നായ അടിച്ചിട്ടുണ്ട്, അതിനെ പ്രകരിച്ചിട്ടുണ്ട്, ശക്തമായിട്ട് പ്രകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, നടപടിയെടുക്കണമെന്ന് ആ സർക്കാരിനോട് പറയുമ്പോ അദ്ദേഹത്തെ വിളിപ്പിക്കുകയാ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാ, കോടതിയിൽ കയറ്റുകയാ, പ്രതിക്കൂട്ടി നിർത്തുകയാ, വാദം നടക്കുകയാ. അവസാനം ഓരോ കാര്യങ്ങൾ ചോദിച്ചതെല്ലാം ശരിയാണോ? നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? അടിച്ചോ? നിങ്ങൾ പ്രകരിച്ചിട്ടുണ്ടോ? പ്രകരിച്ചോ? നായയുടെ ശരീരത്തിന് കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായി. അതിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടോ? ഒടിഞ്ഞിട്ടുണ്ട്. ഈ മറുപടികളെല്ലാം പറഞ്ഞ് അവസാനം കോടതിയുടെ ഒരു വിധി വരുന്ന എന്താണെന്നറിയുമോ? വളരെ അത്ഭുതകരമായ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു വിധിയായിരുന്നു. എന്താണെന്നറിയുമോ? കോടതി വിധിച്ചത് ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാവപ്പെട്ട മനുഷ്യനോട് അവസാനം കോടതി അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. എന്താ ചോദ്യമെന്നറിയുമോ? നിങ്ങളെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോകാൻ പോവുകയാ, നിങ്ങളുടെ വിധി നടപ്പാക്കാൻ പോവുകയാ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അവസാനമായിട്ട് അഭിലാഷം വല്ലതും പറയാനുണ്ടോ? അവസാനമായിട്ട് ആഗ്രഹം വല്ലതും കോടതിയുടെ മുന്നിൽ പറയാനുണ്ടോ? അദ്ദേഹം പറയുന്നു, എനിക്ക് അവസാനമായിട്ടൊരാഗ്രഹമുണ്ട്. എന്താണ് ആ ആഗ്രഹം? എല്ലാവരും സ്തബ്ധരായി അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം കേൾക്കാൻ വേണ്ടി എല്ലാവരും സ്തബ്ധരായി, ശാന്തരായി, വളരെ സാഹൂതം അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് നോക്കുമ്പോ അദ്ദേഹം പറയുന്നു, ഞാൻ ഏതൊരു നായയാണോ അടിച്ചിട്ടുള്ളത്, ഞാൻ ഏതൊരു നായയാണോ പട്ടിയാണോ ഞാൻ പ്രഹരിച്ചിട്ടുള്ളത്, ആ നായക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ എന്നൊന്ന് പരിശോധിക്കണമല്ലോ എന്റെ വിനീതമായ കോടതിയെ. ആ നായ ഒന്ന് പരിശോധിക്കണം. നായക്ക് വല്ല പരാതിയുണ്ടോ? നിങ്ങൾ ആ നായയുടെ പേരിലാണല്ലോ എന്നെ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അടിച്ചു എന്ന് പറയുന്ന നായയുടെ പരാതിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു
പ്രവേശിച്ചിട്ടുണ്ടോ? സ്തബ്ധരായി പോയി. സംഭവം ന്യായമാണെന്ന് അവർക്ക് തോന്നി. എന്തായിരുന്നാലും നായ അവിടെ വരുന്ന് കൊണ്ടുവരാൻ വേണ്ടി കോടതി പോയിട്ടു. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അവസാനം ആ നായ അവിടെ വരുന്നു കൊണ്ടുവരാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. നായ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുവരുക. സുബ്ഹാനല്ലാഹ്. ആ കോടതിയുടെ വരാന്തയിലേക്ക് വേച്ച് രക്തം ഒലിപ്പിച്ച് കടന്നു വന്ന ആ നായാതാ കോടതിക്കുള്ളിൽ ഇങ്ങനെ കയറിയിട്ട് അണച്ചണച്ച് നാക്കുപുറത്തിട്ടിരിക്കുന്ന നായ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുള്ള നായ, വേദന അനുഭവിച്ച് പിടയുന്ന നായ. ഇങ്ങനെ ഓരോ ആളുകളെയും ഇങ്ങനെ നായ ഇങ്ങനെ നോക്കുകയാ. ഞാൻ എവിടാ വന്നിട്ടുള്ളത്? ഇങ്ങനെ നായ നോക്കിയതാ. ശ്രദ്ധിക്കുമ്പോ പ്രതിക്കൂട്ടിലേക്ക് നായയുടെ കണ്ണു പോവുകയാ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാരാ? അതെന്റെ യജമാനനല്ലേ, എനിക്ക് വെള്ളം തന്നവനല്ലേ, എനിക്ക് ഭക്ഷണം തരുന്നവനല്ലേ, എന്നെ പോറ്റി വളർത്തുന്നവനല്ലേ. ആ നായ കുതറിയെന്ന് ഓടുകയാ. അത്രയും നേരം വേദനയോടെ വേച്ചു വന്ന നായ ഉണ്ടല്ലോ, ആ വേദനയെല്ലാം അങ്ങ് മാറ്റി നിർത്തിയിട്ട് കോടതിയുടെ ഹാളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തന്റെ യജമാനനുണ്ടല്ലോ, ആ യജമാനൻ അടുക്കലേക്ക് നായ ഓടി ചെന്നുകൊണ്ട് കവിൾത്തടത്തിലൂടെ വലിച്ചിറങ്ങുന്ന ആ കണ്ണുനീര് നായ നക്കി തുടച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആ നായ വാരിപ്പുറന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദി പ്രകടനം കാണിച്ചു എന്ന് പത്രം റിപ്പോർട്ട് ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ നായയുടെ നന്ദി പടച്ച തമ്പുരാനോട് നമുക്കുണ്ട്. ആ നായക്കൊരു വെള്ളം കൊടുത്തതിന്റെ പേരില്, തുച്ഛമായ ദിവസങ്ങൾ അതിനെ പരിപാലിച്ചതിന്റെ പേരില് ആ നായയുടെ യജമാനനോട് നായ കാണിച്ച ആ നന്ദിയുണ്ടല്ലോ, അത് കണ്ടവസാനം കോടതി അദ്ദേഹത്തെ വെറുതെ വിടുമ്പോ ഒന്നാലോചിച്ചു നോക്ക്. പടച്ച തമ്പുരാനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് പറയും ആ തമ്പുരാന്റെ മുന്നില് ഒരു നന്ദി പ്രകടനം ആത്മാർത്ഥമായിട്ട് ഒരു റക്അത്ത് നിസ്കാരം പടച്ചവന് നന്ദിയാണെന്ന നിലക്ക് ഇഖ്ലാസോടെ നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെന്റെ ശബ്ദം ശ്രവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പരിസരത്തുണ്ട് എന്ന് ഞാൻ അറിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നോർത്തു നോക്ക്. പടച്ച തമ്പുരാന് നമുക്ക് തന്ന ആരോഗ്യവും സമയവും സന്ദർഭവും സാഹചര്യങ്ങളും ഒന്നാലോചിച്ചു നോക്ക്. നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാരും പ്രതിതാക്കന്മാരും മഹതികളും മഹാന്മാരും പടച്ച തമ്പുരാൻ എത്ര വലിയ നന്ദിയാണ് അവർ ചെയ്തിട്ടുള്ളവർ. അവർ ജീവിച്ച അധ്വാനത്തിന്റെ പർവ്വങ്ങൾ, അവർ പേറിയിട്ടുള്ള പ്രതിസന്ധികളുണ്ടല്ലോ, ആ പ്രതിസന്ധികൾ ഇന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവര്, പടച്ചവനോടൊരു നന്ദി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും നാൾ? ഇല്ലേ? നമ്മളൊക്കെ വീമ്പളൊക്കെ ഉസ്താദ്, ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്തവനാണ്, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളാ. ഉസ്താദ് ഉദ്ദേശിക്കുന്നവരൊന്നുമില്ല, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ അവസാനത്തെ സമയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മുടെ ഇബാദത്ത് കൊണ്ട് മാത്രം എന്തെങ്കിലും നമുക്ക് നാളെ കിട്ടുമോ? അതൊക്കെ പടച്ചവൻ നൽകിയിട്ടുള്ള, ഈ വാക്കൊന്ന് ഓർമ്മ നോക്കണേ, അവസാനം ആവശ്യം വരും. പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടത് പരിണമിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അവസാനം ഒരു പരിശോധന നടത്തി നമുക്ക് ദ്വാരക്കാം. അതുകൊണ്ടൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. പടച്ചവന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റൂല. അല്ലാഹു തആല വേണ്ടതുപോലെ പടച്ചവന്റെ മുന്നിൽ അധ്വാനിക്കാനുള്ള മനസ്സും സാഹചര്യവും ആരോഗ്യവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചെറിയ വിഷയമല്ല അള്ളാഹുവിന്റെ മുന്നിലുള്ള നന്ദി. ആ നന്ദിയുടെ ഒരൽപ്പം അംശം ആത്മാർത്ഥമായി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇഖ്ലാസോടെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, പല സീരിയലുകളും കണ്ടിട്ട് നിങ്ങൾ കണ്ണുനീര് നിങ്ങളുടെ സാരി തുമ്പുകൊണ്ട്, നിങ്ങളുടെ ഷാളിന്റെ തുമ്പുകൊണ്ട് ആരും കാണാതെ ഇങ്ങനെ തുടച്ചിട്ടുണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. പല സീരിയലിലും ആവിഷ്കരിച്ചിട്ടുള്ള
ആ രംഗങ്ങൾ, വേദനയുള്ള രംഗങ്ങൾ, പല രംഗങ്ങൾ, മനസ്സിനെ തപിക്കുന്ന, ചുണ്ടുകൾ വിറങ്ങലിച്ചു പോകുന്ന, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ആ രംഗങ്ങൾ കണ്ടിട്ട് പല ഉമ്മമാരും സഹോദരിമാരും മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട സമയത്ത് ആ ടെലിവിഷന്റെ മുന്നിൽ തസ്ബീഹ് മാലയ്ക്ക് പകരം റിമോട്ട് കൺട്രോളും കയ്യിൽ വെച്ചുകൊണ്ട് ഉമ്മാമാരടക്കം പ്രായമുള്ള വാർദ്ധക്യ അവസ്ഥ ചെയ്യിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരടക്കം എല്ലാവരും അതിന്റെ മുന്നിൽ തപസ്സുരിക്കുന്ന വല്ലാത്ത ദുരന്തപൂർണമായ അപകടകരമായ സമീപനങ്ങളിലൂടെയാ മുന്നോട്ട് പോകുന്നത്. ഞാനൊന്ന് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ ലൈൻ പൊട്ടിയപ്പോ നീ പ്രേമിക്കുന്ന പെണ്ണ് നിന്നെ ആവശ്യമില്ല എന്നൊരു പ്രഭാതത്തിൽ നിന്നോട് പറഞ്ഞപ്പോ നീ എത്ര ദിവസം ഭക്ഷണം കഴിച്ചില്ലടാ പൊന്നുമോള്? നീ ആരും കാണാതെ എത്ര നേരം നീ കരഞ്ഞു? നീ ആരും കാണാതെ നീ വിഷാദമോഹനായി നീ നടന്നു? എത്ര ദിവസം നീ ഭക്ഷണം കഴിച്ചിട്ട് നിനക്ക് ഭക്ഷണത്തിൽ രുചി തോന്നിയിട്ടുണ്ടോ? ഒന്നോരാലോചിച്ചു നോക്ക്. കോടാനു അനുഗ്രഹങ്ങൾ തന്ന പടച്ച തമ്പുരാന്റെ മുന്നില് ഒരിറ്റു കണ്ണുനീര് വീഴ്ത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആവശ്യമുള്ളതിനും അനാവശ്യത്തിനും കണ്ണുനീര് പൊഴിക്കാൻ തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പടച്ച തമ്പുരാന്റെ മുന്നില് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പാരാവാരങ്ങളെ ഓർത്തുകൊണ്ട് ഒരിറ്റു കണ്ണുനീര് നമ്മൾ വീഴ്ത്താൻ തയ്യാറായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലാഹനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, പടച്ചവനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, നാളെ ജഹന്നമാകുന്ന നരകം മട്ടഹസിക്കുമ്പോ, ശത്രുക്കളെ കാണുമ്പോ നരകത്തിന്റെ ശത്രുക്കളാകുന്ന പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാത്ത അക്രമ സ്വഭാവമുള്ള മാലിന്യങ്ങളായി പ്രപഞ്ചത്തിന് ഭൂമിയിലൂടെ ചവിട്ടുമതിച്ച് ജീവിച്ചിട്ടുള്ള നരകത്തിന്റെ അവകാശികളെ നാളെ പ്രപഞ്ചത്തിന്റെ അധികാരി കൊണ്ടു നിർത്തുമ്പോ നരകമതാ വിശക്കുന്നു, എന്റെ ഭക്ഷണം തരൂ, എന്റെ ഭക്ഷണം തരൂ. വല്ലാത്ത അട്ടഹാസം നടത്തി കത്തിക്കാളുന്ന നരകത്തിനെ തണുപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, യാ ജിബ്രീൽ, ആ പാനീയം കൊണ്ടുവരുവോ? ആ പാനീയം കൊണ്ടുവന്നേ കത്തിക്കാളുന്ന അട്ടഹസിക്കുന്ന ഈ നരകത്തിലേക്കൊന്നൊഴുക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകമായ ഭീഭത്സമായ നരകത്തിന്റെ കത്തിക്കാളുന്ന അഗ്നിയിലേക്ക് ആ പാനീയം കൊണ്ട് തളിക്കുമ്പോ ആ നരകമങ്ങടങ്ങുകയാ, സമാധാനമുണ്ടാവുകയാ, നരകത്തിന്റെ ജ്വാലത ആ ജ്വലനം അങ്ങ് നിൽക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതാണ് പാനീയം എന്നറിയുമോ? പടച്ചവന്റെ സൃഷ്ടികൾ ഈ ഭൂമി ലോകത്ത് പടച്ചവനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരന്ന് കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹുവിന്റെ സൃഷ്ടികളെ ഓർത്തുകൊണ്ട് കരന്ന് കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ആ വിറങ്ങലിച്ച ചുണ്ടുകളും ഒലിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാണ് പാനീയം മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു നന്ദിയുള്ള ഒരു അടിമയ്ക്ക് ഉണ്ടാകേണ്ട ഒരു പ്രൈമറി പ്രവർത്തനമല്ലേ ഒരു 2 ലിറ്റർ കണ്ണുനീര് പടച്ചവന്റെ മുന്നിൽ? അത് വലിയ പവറാ, അത് വലിയ പവറാ. ചെറിയ പവറല്ല ഈ കണ്ണുനീരെന്നൊക്കെ പറഞ്ഞാൽ. അത് ആവശ്യമില്ലാത്തതിന് പ്രയോഗിക്കാനുള്ളതല്ല, അത് ആവശ്യമുള്ളതിന് പ്രയോഗിക്കാൻ പടച്ചവൻ തന്നതാ. നമ്മൾ ആലോചിച്ച് നോക്കി, 1 ലക്ഷം രൂപയുടെ ആവശ്യം നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. 1 ലക്ഷം രൂപയുടെ ആവശ്യം നമുക്ക് വന്നു. 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം നടക്കൂല. അല്ലാഹു തആല എണകളെ തേടുന്ന മുഴുവൻ ആളുകൾ, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ, എണകളെ തേടുന്ന മുഴുവൻ ആളുകൾ പടച്ച തമ്പുരാനെ എത്രയും പെട്ടെന്ന് നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ നല്ല പരിപക്വമായ ഇണകളെ കൊടുത്ത് പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ചൊരു സഹോദരൻ ദ്വാരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മകളുടെ വിവാഹം നടക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടിയേ മതിയാവും. അന്നത്തെ ദിവസം വൈകുന്നതിന് മുമ്പ് 1 ലക്ഷം രൂപ. ശ്രദ്ധിക്കണേ, 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ട മകളുടെ വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം നിലച്ച് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാ. പക്ഷേ 1 ലക്ഷം രൂപയുടെ മുകളിലാണ് വിവാഹം പതിക്കുന്നത്. പല വാതിലും പോയി മുട്ടി അല്ലേ? ഒന്നും പറഞ്ഞാൽ പറ്റില്ല, അത് വിഷയമായി പോയി. ഞാൻ ഉദാഹരണം മാത്രം പറയാം. പല വാതിലും പോയി മുട്ടി, ആരും തുറന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ആരും കണ്ടില്ല. അദ്ദേഹത്തിന്റെ വേദനയും വിലാപവും ആ വല്ലാത്ത ബേജാറും ഒരൊറ്റ കണ്ണിലും ഉൾക്കാഴ്ച ഉണ്ടാക്കിയില്ല. അവസാനം 10 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് വെച്ചോ, ഈ 10 മിനിറ്റ് മാത്രം ശ്വാസമെടുപ്പ് കൂടുകയാ, ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുകയാ. വല്ലാതെ ഹൃദയം തപിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു സഹോദരൻ വന്നു. ആ സഹോദരനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഒരിക്കലും 50,000 രൂപ പോലും തന്ന് നിങ്ങളെ സഹായിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു പാവപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആ അവസ്ഥയിൽ ബാബു ഹാലി, ആ അവസ്ഥയിൽ അദ്ദേഹം വന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് സുബ്ഹാനല്ലാഹ് 1 ലക്ഷം രൂപ കൊണ്ട് തരുകയാ. 1 ലക്ഷം രൂപ കൊണ്ട് തന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പണ്ടം വിറ്റിട്ടാ ഞാൻ പൈസ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വേദന എനിക്കറിയാം, നിങ്ങളുടെ ബേജാർ എനിക്കറിയാം. നിങ്ങളുടെ മകളെ എന്തെല്ലാം പ്രയാസം സഹിച്ചിട്ട് വിളിച്ചു കൂട്ടിയിട്ടുള്ള വിവാഹ ചടങ്ങ് നഷ്ടപ്പെടാൻ പോകുമ്പോ ഞാനും പെൺമക്കളുള്ള ഒരു പിതാവാ, എന്റെ മക്കൾക്കും വിവാഹം നടക്കാനുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, സന്തോഷത്തോടുകൂടി ഇത് വാങ്ങിക്കോ എന്ന് പറയുമ്പോ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഏതെങ്കിലും കണ്ണുകളുണ്ടോ? ആരാ സന്തോഷത്തിന്റെ അശ്രുക്കൾ? ആരാ സന്തോഷത്തിന്റെ അശ്രുക്കൾ പൊഴിക്കാത്തത്? ചിന്തിക്കണേ. ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട ഒരാളൊരു സഹായം ചെയ്തപ്പോൾ അയാളോടുള്ള നന്ദി പ്രകടനം കൊണ്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പുണർന്ന് കണ്ണീരിൽ ചാലിച്ച സന്തോഷ വർത്തമാനങ്ങൾ പറയുമ്പോ ഒന്നാലോചിക്കാ, പടച്ച തമ്പുരാന്റെ മുന്നിൽ 2 കണ്ണുനീര്. നമ്മുടെ മുസ്ലിങ്ങളല്ലേ, നമ്മുടെ ഉടമസ്ഥനെ കുറിച്ചല്ലേ പറയുന്നത്, നമ്മുടെ യജമാനെ കുറിച്ചല്ലേ പറയുന്നത്. നമ്മൾ എന്താണോ, നമ്മൾ ആരാണോ, നമ്മൾ എന്താവണം എന്നൊക്കെ തീരുമാനിച്ച തമ്പുരാൻ, ഈ ലോകത്തെ സംവിധാനിച്ച തമ്പുരാന്റെ കോടാനകോടി അനുഗ്രഹങ്ങൾ ഒന്നാലോചിച്ച് നോക്കി പറഞ്ഞാൽ തീരുവോ? ഒരു ഉദാഹരണം പറയാം. അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞു ഉദാഹരണം, അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞു അല്ലേ, ഒരു നന്ദിയായിട്ട് അൽഹംദുലില്ലാ പടച്ചോനെ. ഇതാരാ പറയാൻ തൗഫീഖ് കൊടുത്തത്? ഇതാരാ തൗഫീഖ് കൊടുത്തത്? അൽഹംദുലില്ലാ പറയാൻ, അൽഹംദുലില്ലാ പറയാൻ നാവിന് ശക്തി കൊടുത്തതാരാ? അവനെ തോന്നിപ്പിച്ചതാരാ? അവന് കഴിവ് കൊടുത്തതാരാ? അവന് അറിവ് കൊടുത്തതാരാ? അപ്പൊ അതിന് നന്ദിയുണ്ട്. അപ്പൊ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കണേ, വർക്ക് ചെയ്യണേ. 10 ലക്ഷം കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സാധനം ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വെറുതെ അവളെ എങ്ങനെ ലൈനടിച്ച് ശരിയാക്കാൻ പറ്റും? ഇത് ചിന്തിച്ച് ഇങ്ങനെ അധപ്പതിക്കാനുള്ളതല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചവനെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ളതാ. അന്യവന്റെ മുതൽ എങ്ങനെ അപഹരിച്ചെടുക്കാൻ, എന്റെ അധീനതയിലാക്കാൻ വേണ്ടി എങ്ങനെ അധ്വാനം നടത്താൻ പറ്റുമെന്ന് ചിന്തിക്കാനുള്ളതല്ല. കേവലം ഭൗതികമായ സുഖങ്ങളുടെ ഒരു തുരുത്ത് ഈ ഭൂമിയുടെ പുറംതൊലിയിൽ തീർത്ത് അവസാനം വിലാപങ്ങളുടെ ആർത്തനാദങ്ങളുമായി ആപ്പതിച്ചു പോകാനുള്ളവരല്ല മനുഷ്യൻ, വിശ്വാസി. അവന് കൊണ്ടുപോകാനുണ്ട്, കുറച്ച് നന്ദി അവൻ ചെയ്യാനുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവൻ ഓർക്കാനുണ്ട്. പടച്ചവൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇടയ്ക്ക് വെച്ച് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഉസ്താദ്, നിങ്ങൾ പറയുന്ന പോലൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ എത്ര വെച്ച് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം അനുഗ്രഹം ചെയ്യുന്നവരാ, ഞങ്ങൾ നന്ദി ചെയ്യുന്നവരാ. പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന നല്ല അടിമകൾ. 5 പേരോ നിസ്കരിക്കും, 5 പേരോ നിസ്കരിക്കുന്ന പ്രവാദി, എല്ലാ കാര്യങ്ങളും ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇക്കാലം അത്രയും ചെയ്ത ഇബാദത്തുകളില്
ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒരു ഇബാദത്തിന്റെ അംശം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു വഖത്ത് നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്തു എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ ആർജവമുള്ള ആരെങ്കിലും, ഞാൻ അടക്കമുള്ള ആരെങ്കിലും ഉണ്ടോ? അള്ളാന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുവോ? അള്ളാഹുവിന്റെ ഔദാര്യമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുവോ? അള്ളാഹു ആശാരമായിട്ടല്ലാതെ സ്വർഗം നമുക്ക് നൽകാൻ പറ്റുവോ? കിട്ടുമോ? ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാജയത്തിന്റെ 4 കാരണങ്ങളെ പരിചയപ്പെടുത്തിയ പ്രവാചക പരിശ്രേഷ്ഠർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞത് എന്താണെന്നറിയുവോ? മറന്നു പോകണ്ട നിസിയാനുദ്ദുനൂബിൽ മാളിയ, കഴിഞ്ഞുപോയ പാപങ്ങളെ മറന്നു പോവുക. അള്ളാഹുവിനെ നന്ദികേട് കാണിച്ച് ജീവിതങ്ങളെ, സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ മറന്നു പോവുക, പാപങ്ങളെ മറന്നു പോവുക. അങ്ങനെ മറന്നുപോയാൽ അവനെ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞതാരാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഹിയ ഇൻദല്ലാഹി മഹ്ഫൂള, അത് പടച്ച തമ്പുരാന്റെ അടുത്ത് റിക്കാർഡാ. നമ്മൾ മറന്നാലും അല്ലാഹു മറക്കൂല, റിക്കാർഡിൽ നിന്ന് അത് മാഞ്ഞു പോകൂല. അതുകൊണ്ട് മറന്നു പോകരുത്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ അവന് പടച്ചവന് കൂടുതൽ നന്ദി ചെയ്യാനുള്ളൊരാവേശമുണ്ടാകും, കൂടുതൽ പടച്ചവരുമായിട്ടെടുക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാകും. അതിന്റെ പിന്നിൽ അവൻ അധ്വാനം നടത്താൻ മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറയുന്നു. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്താണെന്നറിയോ? ദിക്റുൽ ഹസനാത്തിൽ മാളിയ, ചെയ്തുപോയ നന്മകളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. ചെയ്തതായിട്ടുള്ള നല്ല സുഹൃതങ്ങളുണ്ടല്ലോ, സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നന്മകളുണ്ടല്ലോ. ആ നന്മകളെ കുറിച്ച് അവൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ അവനും പരാജയപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ റസൂല പറയുന്നത് കാരണം എന്താ? വലായതിരി, അവൻ അറിയൂല ഖുബലത്ത് മുറദ്ദത്ത്, അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ, അത് തള്ളപ്പെട്ടിട്ടുണ്ടോ, അത് പടച്ചവന് സ്വീകരിച്ചിട്ടുണ്ടോ, അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ, അത് പടച്ച തമ്പുരാന്റെ ദർബാറിൽ അംഗീകാരം നേടിയിട്ടുണ്ടോ, അതോ ദൂരേക്കതിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? അഖ്ബലത്തു അംറുദ്ദത്ത് അവൻ അറിയില്ല. അതുകൊണ്ട് ചെയ്തുപോയ നന്മകളെ കുറിച്ച് കൂടുതൽ ഓർത്ത് നമ്മൾ അഹങ്കാരം എടുക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടും. 2 കാര്യങ്ങളുണ്ടെങ്കിൽ ചേർത്തങ്ങ് വർത്തിക്കും. രണ്ടായിട്ട് നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ അടർത്തിയെടുത്തത്. 2 കാര്യം മറ്റെന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉചിതമായ സന്ദർഭമാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടങ്ങ് പറയുക. എന്താ മറ്റൊന്ന്? വന്നളുറു ഇലാ മൻ ഫൗഖഹു, വന്നളുറു ഇലാ മൻ ഫൗഖഹു ഫി ദുനിയ. ശ്രദ്ധിക്കണേ, ദുനിയാവിന്റെ വിഷയം വരുമ്പോ പരാജയപ്പെട്ടു പോകുന്നതിന് കാരണം എന്റെ വാക്കല്ല, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ വിഷയം വരുമ്പോ അവനെക്കാളും മുകളിലുള്ള ആളുകളിലേക്ക് അവൻ നോക്കും. ഒരു വീട് വെക്കാൻ നോക്കുമ്പോ അപ്പുറത്തെ ആചാർക്ക് 2 നില, അതുകൊണ്ട് 2 നിലയുടെ മുകളിൽ ഒരു കൂരയും കൂടെ വേണം, അല്ലെ പിന്നെ അതൊരു മകളെ കിട്ടി അപ്പുറത്ത് 100 പവനാകുമ്പോ എന്തായിരുന്നാലും ഒരു 110 പവന് കൊടുത്തേ പറ്റൂ, തീ വിലയായിരുന്നാലും കുഴപ്പമില്ല. ദുനിയാവിന്റെ വിഷയം വരുമ്പോ അവനെക്കാളും മുകളിലുള്ള ആളുകൾ. ഒരു ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചു, കുറെ നാൾ കൊണ്ട് പൈസ ഒക്കെ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചിട്ടൊരു ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചപ്പോ അവന് ആ പൈസ ആയിട്ട് പുറത്തോട്ട് ബൈക്ക് ഷോറൂമിൽ പോകാൻ ഒന്നാലും ചിന്തിയുടെ അപ്പുറത്ത് എന്റെ കൂട്ടുകാരനുള്ളത് സംഭവം ഒരു മാരുതി കാറാണ്, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഞാൻ ആ കൂട്ടത്തിൽ ഇപ്പൊ ഈ ബൈക്ക് എടുത്ത് മോശമില്ല, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് നോക്കുക. ഒന്ന് ആലോചിച്ച ഒരു കാർ എടുക്കാൻ, ഒരു ഉദാഹരണം പറയാ, ഇതൊക്കെ നമ്മൾ പച്ചയായിട്ടുള്ള നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാ.
പിശാച് നമ്മളെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ചിന്തയിലേക്ക് ഇട്ടുതരുന്ന പച്ചയായ യാഥാർത്ഥ്യം നിഷേധിക്കാൻ പറ്റൂല. ഒരു സ്വിഫ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ മാരുതി ഇറങ്ങുന്നില്ല. ഏതാ 800 പഴയ കോപ്പിയങ്ങളും ഉണ്ടെങ്കിലും ഒരു സ്വിഫ്റ്റ് കാർ എടുക്കാൻ തീരുമാനിച്ചാൽ ഉടൻ തന്നെ അവനെന്താ ചിന്തിക്കുന്നത്? അപ്പുറത്തുള്ള ഡിസൈർ അല്ലേ, സെഡാൻ മോഡൽ അല്ലേ, ഇത് ഒരു സുഖമില്ല. ദുനിയാവിന്റെ വിഷയം വരുമ്പോ അവൻ ചിന്തിക്കുന്നത് എന്താണ്? അവൻ ആരിലേക്കാ നോക്കുന്നത്? ചേർത്ത് നോക്കുന്നത് അവനേക്കാളും ഉയർന്ന ആളിലേക്കാ. മറിച്ചോ ദീനിന്റെ വിഷയം വരുമ്പോ അവനേക്കാളും താഴെയുള്ള ആളുകളിലേക്കാവും നോക്കുന്നത്. അല്ലേ? വെള്ളിയാഴ്ച മാത്രം പോയി കുർബാന നടത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവൻ ചിന്തിക്കുന്ന എന്താ? വെള്ളിയാഴ്ച പോലും പോകാത്ത എത്ര ചെറുപ്പക്കാർ എന്റെ കൂട്ടുകാരായിട്ടുണ്ട്. അപ്പൊ ഞാൻ ദുനിയാവിന്റെ വിഷയം വരുമ്പോ അവനേക്കാളും മുകളിൽ, ദീനിന്റെ വിഷയം വരുമ്പോ അവനേക്കാളും താഴെ. അല്ലേ? ഞാൻ 100 രൂപ കൊടുത്തു, നമ്മളപ്പുറത്തിരുന്ന ആജിയാർ 50 രൂപയാ കൊടുത്തത്. 50 രൂപയാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ 100 കൊടുത്തത്. നോക്കിയേ, ദീനിന്റെ വിഷയം വരുമ്പോ താഴോട്ട് നോക്കുക. അല്ലാഹു തആല വേണ്ടതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്ത് വേണം? പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പിശാച് അടിക്കടി നമ്മളെ ഓർമ്മപ്പെടുത്തി പരാജയത്തിലേക്ക് ആപ്പതിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നമ്മൾ അതിന് വശംവദനാകരുത്. ഒറ്റ വിഷയം കൂടി ഞാൻ അവസാനമായിട്ട് പറയാം. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുണ്യവർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തൊരു വിഷയം. എന്തിനാ ഞാനിത് പറയുന്നത്? ഇടയ്ക്ക് വെച്ച് ഞാനൊരു പോയിന്റ് പറഞ്ഞു, മറന്നു പോകരുത് എന്ന് പറഞ്ഞു. എന്ത് പോയിന്റാ അത് പറഞ്ഞത്? അതും കൂടെ ഞാൻ ഇവിടെ കണക്ട് ചെയ്യുക. നമ്മളൊക്കെ കേമന്മാരാ. നമ്മുടെ ഇബാദത്ത് കൊണ്ട് അത്യാവശ്യം ഉസ്താദേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളുകളല്ല. താനാളൂർ അല്ലേ? താനാളൂരൊക്കെ അത്യാവശ്യം നല്ല സാലിഹ്യങ്ങളും ആബിദീങ്ങളും നല്ല ഉമ്മമാരും നല്ല സഹോദരിമാരും പടച്ചവനെ പേടി ജീവിക്കുന്ന അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഞാൻ പരിഹസിക്കുകയല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കേവലം നന്ദി പ്രകടനങ്ങൾ കൊണ്ട് മാത്രം പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിച്ചൊരൽപ്പം പ്രാർത്ഥിച്ച് നമ്മൾ പോകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയാ, 500 വർഷക്കാലം ജീവിച്ച ഒരു മഹാനെ കുറിച്ച്. ഒരു റിവായത്തിൽ 600 ഉണ്ട്. നമുക്ക് അക്കല്ലുകൊണ്ട് പിടിക്കാം, അതല്ലേ അക്കല്ലുകൊണ്ട് പിടിക്കാം. 500 വർഷക്കാലം ജീവിച്ചു ഒരാൾ. അയാൾ എവിടാ ജീവിച്ചത്? മറന്നുപോകരുത്. എവിടാ ജീവിച്ചത്? ഒരു ദ്വീപിലാ ജീവിച്ചത്. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട നടുക്ക് മാത്രം ഒരു തുരുത്തുപോലെയുള്ള ആ ദ്വീപ്. ആ ദ്വീപിൽ അദ്ദേഹം ജീവിക്കുമ്പോ അദ്ദേഹം മാത്രമേ അവിടെയുള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ പിന്നെ ഒരു വിത്തിനെ വസാത്ത് ദീപത്തും നമീമത്തും ഒന്നുമില്ലല്ലോ, ഒറ്റക്കല്ലേ ഉള്ളൂ താമസം. അപ്പൊ ആ ദ്വീപിൽ 500 വർഷക്കാലം, 1-2 അല്ല, 500 വർഷക്കാലം ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുണ്യവർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, 500 വർഷക്കാലം പടച്ച തമ്പുരാന് വേണ്ടിയിട്ട് പകൽ മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നിന്ന് നിസ്കാരവും തസ്ബീഹും തക്ബീറും തഹ്ലീലും എല്ലാമായിട്ട് ഇങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ. അവസാനം ആ മനുഷ്യൻ ഒരു ദുആയിരുന്നു, ഒരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? എന്താ പ്രാർത്ഥിച്ച്? പടച്ചോനെ മരിക്കുമ്പോ ഈമാൻ തരണം. മരിക്കുന്ന സമയം ഈമാൻ തരണം. അല്ലാഹു നമുക്കൊക്കെ ഓശാരമായി നൽകുമാറാകട്ടെ. നമ്മൾ ദുആരക്കുമ്പോൾ അതും കൂടെ പറയണം. നമ്മളൊക്കെ ഒറ്റക്കൊക്കെ ദുആരക്കുന്ന സമയത്തെ പടച്ചോനെ ഔദാര്യമായിട്ട് ഓശാരമായിട്ട് ഇത് നമ്മൾ ആവർത്തിക്കേണ്ട ഒരു പദവ. ഈ ഒരു സദസ്സിൽ നിന്ന് കിട്ടേണ്ട ഒരു ആവേശം അതായിരിക്കണം. നമ്മൾ കേമന്മാരല്ല. നമ്മൾ ഇത്രയും കോടിക്കണക്കിന് അനുഗ്രഹങ്ങളും പേറി നടന്നിട്ട് എന്നാ കൊണ്ടുപോവാ എൻ്റെ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മോശമാ. പടച്ചവനെ നിന്റെ ഔദാര്യം, നിന്റെ ഓശാര എത്ര വലിയ ആബിദായിരുന്നാലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനൊരു ആവേശത്തിൽ ആ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ മനുഷ്യൻ അവസാനം ഒരു ദുആ ചെയ്ത് പടച്ചവൻ ഈമാനോടുകൂടി എന്നെ മരിപ്പിക്കണം. ഈമാനോടുകൂടി മരിപ്പിക്കുമ്പോ ഒരു അടിമയും ഉടമയും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു ടൈം ഏതാ? സുജൂദ്. നിസ്കാരത്തിലുള്ള സുജൂദ്. ഒരു അടിമയും ഉടമയും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു സമയം നിസ്കാരത്തിലുള്ള സുജൂദാണ്. ആ സുജൂദിൽ കിടന്ന് മരിക്കാൻ എനിക്ക് ഭാഗ്യം നൽകുന്നു. ദുആ സ്വീകരിച്ചു.
ആ മനുഷ്യൻ ഒരിക്കൽ നിസ്കാരത്തിലായി കിടക്കുന്ന സമയം ഒന്ന് കേൾക്കണേ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർഡർ കൊടുക്കുക, മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക. ആ മനുഷ്യൻ ഈമാനോടെ സുജൂദിൽ കിടന്നുകൊണ്ട് റൂഹിനെ പിടിക്കപ്പെട്ടു. അസ്രായീൽ പിടിച്ചുകൊണ്ടുപോയി പ്രവാചകൻ പറയുന്നു, പഠിപ്പിക്കുന്നു. സ്വഹാബത്ത് ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ കേൾക്കുകയാണ്. ആ മനുഷ്യനെ നാളെ പാരിത്രിക ലോകത്തിൽ കൊണ്ടുവരുമ്പോ, നല്ലൊരു സ്ഥാനം കൊടുത്തു നിർത്തുമ്പോ, അല്ലാഹു മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനക്ക് ഓർഡർ കൊടുക്കുന്നു. ആ മനുഷ്യനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ആനയിക്കുക, എന്റെ ഔദാര്യം കൊണ്ട് ആനയിക്കുക. ആ വാക്കിൽ, ആ പോയിന്റിൽ നിങ്ങൾ അടിവരയിടണം. എന്റെ ഔദാര്യം കൊണ്ട് ഞാൻ ഓശാരമായി കൊടുക്കുന്ന സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു വരാൻ ആ മനുഷ്യനെ നിങ്ങൾ ക്ഷണിക്കണമെന്ന് മുഖറബുൽ അംലാക്കിനോട് പടച്ച തമ്പുരാന് പറയുമ്പോ, ആ മലക്കുകളിൽ പ്രമുഖനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നുകൊണ്ട് പറയുന്നു, ഓ അല്ലാഹുവിന്റെ അടിമേ, നിങ്ങളെ അല്ലാഹു ഓശാരമായിട്ട് പടച്ചവൻ ഓശാരമായിട്ട് നിങ്ങൾക്ക് സ്വർഗം തരാൻ പോവുക. അല്ലാഹുവിന്റെ ഔദാര്യമായിട്ട് പടച്ചവൻ പണിതിരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. നിങ്ങളെ കാത്തിരിക്കുകയാ, അവർണ്ണനീയമായ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാചകവും കൂടി ഒന്ന് ചേർത്ത് വായിക്കൽ സന്ദർഭോചിതമാ. ലോകത്തിൽ ഒരുപാട് സ്വർഗ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ചുള്ള പല പ്രതിപാദനങ്ങളും നടക്കുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിലും പല ആചാര്യന്മാരും പല അപ്പോസ്തലന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുക, സ്വർഗമെന്നാൽ ഒരാളും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അങ്കുരിച്ചിട്ട് പോലുമില്ല, ചിന്തയിൽ പോലും വന്നിട്ടില്ല. നമ്മൾ സ്വർഗത്തിന്റെ അരുവികളുടെ കളകളാരവത്തെക്കുറിച്ച് ഹദീസിന്റെ പരാമർശങ്ങളുടെ അഴിയിലൂടെ കടന്നു പോകുമ്പോ, വൃക്ഷങ്ങളെ സംബന്ധിച്ച്, ഫലങ്ങളെ സംബന്ധിച്ച്, പഴങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്വർഗം ഇങ്ങനെ രൂപപ്പെട്ടു വരികയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇല്ല ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു രൂപഭംഗിയല്ല സ്വർഗത്തിലുള്ളത്. അതിന്റെ എത്രയോ കാതങ്ങളപ്പുറത്താണ് അല്ലാഹു വെച്ചിട്ടുള്ള ഉന്നതമായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കടന്നു വരൂ. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു വരാൻ ആ മനുഷ്യനെ ക്ഷണിച്ചപ്പോൾ ആ മനുഷ്യൻ അവിടെ ഒരു പ്രതികരണം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നടത്തുന്ന പ്രതികരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ പറയുന്നു, തൽക്കാലമല്ല, നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. തൽക്കാലം നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. പടച്ചോന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ വരാനല്ലേ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് തൽക്കാലം ഔദാര്യം വേണ്ട. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളെ കുറിച്ച് അങ്ങ് വിലയിരുത്താൻ പോവാ, എന്ത് വേണമെന്ന് ഇവിടെ തീരുമാനിച്ചു പോവാ. അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ പറയാ, പടച്ചവന്റെ ഔദാര്യം തൽക്കാലം എനിക്ക് വേണ്ട. എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാ? പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അപ്പൊ എനിക്ക് പടച്ചവൻ നൽകിയിട്ടുള്ള 500 വർഷക്കാലത്തെ ജീവിതങ്ങൾ കൊണ്ട് അതിലൂടെ അധ്വാനം നടത്തി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടതുപോലെ ഞാൻ നന്ദി ചെയ്തിട്ടുണ്ട്. ഞാൻ പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി ഞാൻ നന്ദി ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും തന്നാൽ, അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും തന്നാൽ മതി. ഇനിയിപ്പോ എന്തിനായി പരലോകത്തിന് ഔദാര്യം? ന്യായമെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നും. പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് മുഴുവനും ഞാൻ നന്ദി ചെയ്തിട്ടുണ്ട് പടച്ചവനെ.
അതുകൊണ്ടാ നന്ദിയുടെ പകരത്തിൽ എന്തെങ്കിലും തന്നാൽ മതി, തൽക്കാലം നിന്റെ ഔദാര്യം വേണ്ട എന്ന് പടച്ച തമ്പുരാനോടൊരു വെല്ലുവിളിയുടെ ചെറിയ ഒരു അംശ ശബ്ദം പോലെയുള്ള ഒരു മറുപടി പറയുമ്പോ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് കാര്യം പറയുമ്പോ അല്ലാഹു പറയുന്നു, ആ മനുഷ്യനും ചെയ്ത 500 വർഷക്കാലത്തെ ഇബാദത്തുണ്ടല്ലോ അതെല്ലാം സ്വീകരിക്കപ്പെട്ട ഇബാദത്താണ്. അതൊന്ന് പരിശോധിക്കോ ജിബ്രീൽ. 500 വർഷക്കാലം ആ മനുഷ്യൻ ചെയ്ത അധ്വാനമുണ്ടല്ലോ, ഞാൻ ആ മനുഷ്യൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ ഇബാദത്ത് മുഴുവനും ഞാൻ തൃപ്തിപ്പെട്ടതാണോ? അതിന് സ്വീകാര്യതയും അസ്വീകാര്യതയും എത്രയാണ്, എങ്ങനെയാണ് എന്നെന്ന് തരം തിരിക്കൂ. മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോയി അദ്ദേഹം ചെയ്ത 500 വർഷക്കാലത്തെ ഇബാദത്ത് മൊത്തത്തിലൊന്ന് നോക്കി, ഒന്ന് പരിചിന്തനം നടത്തി, ഒന്ന് പരിശോധിച്ചു. അതിന്റെ റിസൾട്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ റിസർച്ച് നടത്തിയതിനു ശേഷം കൊടുക്കുന്നു. എന്താ പറയുന്നത്? പടച്ചവനെ, 500 വർഷക്കാലത്തെ ഈ മനുഷ്യന്റെ ഇബാദത്തെല്ലാം എല്ലാം സ്വീകാര്യമാണ്. മൊത്തം 500 വർഷം കാലം അധ്വാനിച്ച മുഴുവനും അധ്വാനത്തിന്റെ അംശങ്ങളും പടച്ച തമ്പുരാൻ തൃപ്തിപ്പെട്ടതാ. ഒരൽപ്പം റിയാ വന്നിട്ടില്ല, കബൂലിയത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ചെറിയ പ്രവർത്തനം പോലും ഉണ്ടായിട്ടില്ല. എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, 500 പോയിട്ട് 50 വർഷത്തെ ഗ്യാരണ്ടി നമുക്കുണ്ടോ എന്ന് ചേർത്ത് വായിക്കാൻ വേണ്ടിയാ നമ്മൾ ഇരിക്കുക. നമ്മൾ കൊണ്ടുപോകാൻ ഏതാണ്ട് അങ്ങ് വെള്ളം വെച്ചിരിക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകാൻ വെച്ചിരിക്കുകയാണെന്നുള്ള ചിന്തയോടെ പാവപ്പെട്ട, ഒന്നും അറിയാത്ത, സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അറിയാത്ത പാവപ്പെട്ട പടച്ച തമ്പുരാന്റെ അടിമകളായ നമ്മള് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും നാളെ കിട്ടുമെന്നും പറഞ്ഞു പടച്ചവന്റെ ഔദാര്യം നമ്മൾ അടിക്കടി ചോദിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. എന്നിട്ട് പടച്ചവന്റെ അടുക്കൽ ഈ റിസൾട്ട് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, 500 വർഷക്കാലത്തെ ഇബാദത്തും സ്വീകരിച്ചതാണെന്ന് പടച്ചവന്റെ മുന്നിൽ പറയുമ്പോൾ അള്ളാഹു രണ്ടാമതൊരു വിഷയം മുഖറബുൽ അംലാഖിനോട് പറയുന്നു, ജിബ്രീലേ, ഞാൻ ആ മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും അദ്ദേഹം ചെയ്ത അധ്വാനവും ഈ സ്വീകരിക്കപ്പെട്ട 500 വർഷക്കാലത്തെ ഇബാദത്ത് അതും കൂടെ ഒന്ന് തുലനം ചെയ്യും. അദ്ദേഹം പറഞ്ഞെന്താ? പടച്ചവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ ഞാൻ നന്ദി ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും തന്നാ മതിയെന്നല്ലേ. അതുകൊണ്ട് രണ്ടും 2 തുലാസിൽ വെച്ചൊന്ന് തുലനം ചെയ്ത് ഒന്ന് മനനം ചെയ്തൊന്ന് മനസ്സിലാക്കി പറഞ്ഞതാ. ഒന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യൻ ചെയ്ത് സ്വീകരിക്കപ്പെട്ട 500 വർഷക്കാലത്തെ ഇബാദത്ത് ആ തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുമ്പോ പടച്ച തമ്പുരാന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത, എണ്ണി തീർക്കാൻ പറ്റാത്ത. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആ ആയത്തുണ്ടല്ലോ, പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റൂല. ആ അനുഗ്രഹങ്ങളെല്ലാം ഒരു തട്ടിൽ വെച്ച് അതൊന്ന് തുലനം ചെയ്ത് അതൊന്ന് തൂക്കിയിട്ട് അതിന്റെ റിസൾട്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മറന്നുപോകല്ലേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മറന്നുപോകല്ലേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിന്റെ അന്തരംഗത്ത് കുറിച്ചുകൊണ്ട് കൊത്തിവെക്കണം, മറന്നുപോകരുത്. മരണം വരെയും പടച്ച തമ്പുരാൻ ചെയ്തു തന്നിട്ടുള്ള കോടാനകോടി അനുഗ്രഹങ്ങൾക്ക് ഒരൽപ്പം ഒരംശം നന്ദിയെങ്കിലും ചെയ്യാനത് പ്രേരകമായിട്ട് നമ്മുടെ ശരീരത്തിലെപ്പെടും, അത് പ്രകാശിച്ച് പ്രസ് ചെയ്തു നിൽക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താ? യാ റബ്ബീ, പടച്ച തമ്പുരാനായ നാഥനായ അഖിലാണ്ടങ്ങളുടെയും അധികാരിയും അധീക്ഷാധികാരിയുമായ പടച്ച തമ്പുരാനെ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള 500 വർഷക്കാലത്ത് സ്വീകരിച്ച ഇബാദത്തുണ്ടല്ലോ, നീ ആ മനുഷ്യന് ചെയ്തു കൊടുത്ത 2 കണ്ണുള്ള കൂട്ടുകാരാ, ഒരു കണ്ണിന്റെ കാഴ്ചയെ തുലനം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കണ്ണിന്റെ കാഴ്ചക്ക് പൂർണ്ണമായിട്ടും നന്ദിയായിട്ടില്ല.
ഒരു കണ്ണിന്റെ കാഴ്ചക്ക് നന്ദിയായിട്ടില്ല. ആ മനുഷ്യൻ ചെയ്ത 500 വർഷക്കാലത്തെ ഇബാദത്ത് ഒരു കണ്ണിന്റെ കാഴ്ചക്ക് നന്ദിയായിട്ടില്ല. മറ്റേ കണ്ണിനവൻ നന്ദി ചെയ്തിട്ടില്ല, കാതുകൾക്കവൻ നന്ദി ചെയ്തിട്ടില്ല. ശരീരത്തിന് പടച്ചവനെ നീ എന്തെല്ലാം ആഫിയത്ത് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, അതിനൊന്നും അവൻ നന്ദി ചെയ്തിട്ടില്ല. നീ കൊടുത്ത വെളിച്ചം, വായു, വെള്ളം തുടങ്ങി എന്തെല്ലാം കോടിക്കണക്കിന് പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾക്ക് അവന് നന്ദി കെട്ടവനാണല്ലോ. ഇതെന്ന് പറയുന്ന പടച്ചവന് തമ്പുരാൻ അവസാനമായി കൊടുക്കുന്ന ഓർഡറുണ്ടോ? ആ നന്ദി കെട്ടവന് വലിച്ചു ദൂരേക്ക് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു ജിബ്രീൽ. ഒന്നാലോചിക്കേണ്ട സമയമാ. ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? എന്താ നമുക്ക് കൊണ്ടുപോകാനുള്ളത്? നമ്മൾ കേമന്മാരാണോ? നമ്മുടെ കയ്യിൽ 5 ദിവസത്തെ സ്വീകരിച്ച ഇബാദത്തുണ്ടോ? പിന്നെയല്ലേ 550 തീരുമാനിക്കുന്നത്? ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഒരല്പസമയത്ത് ഇബാദത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? പറയാൻ സാധ്യമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും ഒരല്പസമയം എഴുന്നേറ്റ് നിൽക്ക്. പരിസരത്തുള്ള മുഴുവൻ ആളുകളും പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കേട്ട് അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ ഒരുമിച്ച് കൂടി സാഗൂതം വിനീതം ശ്രദ്ധിച്ചുകൊണ്ടാ നിൽക്കുന്നതെങ്കിൽ, ഒന്നിന്റെ സഹായിന്റെ സദസ്സിനെ സ്നേഹിച്ചുകൊണ്ടാ നിൽക്കുന്നതെങ്കിൽ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാ. മുസ്ലിമീങ്ങളായിട്ട് പറയപ്പെടാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും ഇനി വിഷമിക്കേണ്ട ഏതെങ്കിലും സഹോദര സമുദായത്തിൽ അംഗങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, കടന്നു വരാൻ. പരിസരത്തുള്ള മുഴുവൻ ആളുകളും ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് പടച്ച തമ്പുരാനെ കുറിച്ച് പ്രമേയം നടത്തിയത് ആ സമയങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചവനോട് ദ്വാരക്കാരാ. നല്ലൊരു സദസ്സാ. പടച്ചവൻ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളെ കബൂൾ ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ടാകും. അല്ലാഹുവിനെ കുറിച്ച് ആത്മാർത്ഥമായി ഓർത്തുകൊണ്ട് പടച്ചവനം ചെയ്തു തന്നിട്ടുള്ള കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ നമ്മൾ ചവിട്ടി നിൽക്കുമ്പോ നന്ദികേടിന്റെ കാര്യങ്ങൾ മാത്രം പറയാൻ നമുക്കുള്ളപ്പോൾ ഇനി എന്താണ് ബാക്കിയായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്? പടച്ചവന്റെ ഔദാര്യം ചോദിച്ചോ, അല്ലാഹുവിന്റെ ഓശാരം ചോദിച്ചോ. ബാക്കിയുള്ള ശിഷ്ട സമയങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോ. അല്ലാഹു അതിന്റെ ഹേതുകമാക്കി കാരണമാക്കി ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതും ഒരുമിച്ച് കൂടിയതും വീക്ഷിച്ചതും കേവലം ഒരു പ്രകടന പ്രഹസന പ്രഭാഷണവും കേൾക്കലുമാക്കാതെ പടച്ച തമ്പുരാന്റെ അടുക്കൽ തൃപ്തിപ്പെടുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറച്ചാമീൻ പറയും, ഒറ്റ ആൾ വാമീൻ പറയാതിരിക്കും, ഉറച്ചാമീൻ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. നാഥനായ അല്ലാഹ് നിങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നാഥനായ അല്ലാഹ് നിങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അവിടെ പിന്നെ തർക്കത്തിന്റെ സമയമല്ല, കൊടിയുടെ സംഘടനയുടെ തർക്കമല്ല അവിടെ വരുന്നത്. അതുകൊണ്ട് ഒന്നിച്ചൊരുമിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കാലുറപ്പോടെ നിന്ന് ജീവിക്കേണ്ട സമയമാണ്. ഗീബത്തിന് നീമത്ത് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് തീർക്കാനുള്ളതല്ല. നാഥൻ സൽബുദ്ധി നൽകുമാറാകട്ടെ. മുഴുവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇഖ്ലാസോടെ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും നാഥനായ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഉറച്ചാമീൻ പറയുന്ന അല്ലാഹ് ഇഖ്ലാസോടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹുവേ ഏത് സംഘടനക്കാരനാകട്ടെ, ലോകത്തിന്റെ ഏത് പ്രവിശ്യയിൽ ജീവിക്കട്ടെ, അല്ലാഹുവേ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന് ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ്, ഹിമ്മത്ത്, അംന്, ഈമാൻ, ഹിഫ്ള്, ഹിമായത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ പ്രത്യേകിച്ച് ഖമറുൽ ഉലമ, താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, സിറാജുൽ ഉലമ മുഴുവൻ പണ്ഡിതന്മാർക്കും ഹിമ്മത്തും ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബിഹഖ് മുസ്തഫ മുഹമ്മദിൻ. ചൂട് പോയോ അതോ ചൂടില്ലായിരുന്നു? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരൽപ്പം സാധാരണ നിങ്ങൾ എല്ലാവരും ഇഖ്ലാസോടെ ഹബീബിനെ കാണാം. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഈ അടുത്ത്
നബിതങ്ങളുമായിട്ടുള്ള ആ പ്രണയബന്ധങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞ ഒരു പ്രിയപ്പെട്ട ഒരു ചെറിയ അനുജൻ, എന്റെ നാട്ടിലുള്ള കൊല്ലം ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഹബീബായ നബിതങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദിച്ച് ഹബീബായ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് പ്രണയം ഇങ്ങനെ ആർത്തിരമ്പി അലമാലകൾക്ക് സമാനമായി അനുരാഗത്തിന്റെ 1000 മലമാലകൾ ഇങ്ങനെ വന്നപ്പോൾ അവസാനം മദീനയിൽ എത്തണമെന്നുള്ള ആഗ്രഹമായി. ചുരുക്കി ഞാൻ പറയുന്ന അത്ഭുതകരമായിട്ട് മദീനയിലെത്തി എന്ന് മാത്രമല്ല, മദീനയിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഹബീബായ നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ട് സമാധാനിക്ക് വരാൻ സമയമുണ്ടെന്നൊക്കെ പ്രവാചകൻ പറയുന്നു. ഈ കുട്ടി അങ്ങോട്ട് പറയുന്നു, പറ്റൂല, എനിക്ക് പെട്ടെന്ന് എത്തണം. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പ്രവാചകനോട് പ്രതിപദിക്കാൻ ഭാഗ്യം കിട്ടിയ കുഞ്ഞനുജന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാന്റെ ഹബീബിനെ പ്രണയിച്ചാൽ മുത്തുനബിയുടെ ചാരത്തെത്താൻ അല്ലാന്റെ ഹബീബ് വസീലയാ. മുത്തുനബി അങ്ങനെ എത്തിക്കും. അല്ലാഹുവിനോട് ഓർഡർ വാങ്ങിക്കൊണ്ടാരായിരുന്നാലും ഏത് പാവപ്പെട്ടവരായിരുന്നാലും അവസരം പടച്ച തമ്പുരാന് കൊടുക്കും. പ്രവാചക പ്രണയം മുമ്പിലുണ്ടെങ്കിൽ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചെല്ലുന്ന സലാത്ത്, അവിടുത്തെ അവിടുത്തോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിന്റെ പിന്നിൽ ചെല്ലുന്ന കാവ്യ തല്ലജങ്ങള്, അതുപോലെ പ്രകീർത്തനങ്ങള്, അതുപോലെ അപദാനങ്ങള്, പുകഴ്ത്തലുകളെല്ലാം ഹബീബിന്റെ പേരിലുള്ള പുകഴ്ത്തലുകള്, അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള അമലാ. അതുകൊണ്ട് ഖിലാസോടെ ചെല്ലണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ വിഷയം ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന് പറയുന്ന പ്രദേശത്ത് ഈ അടുത്ത് പ്രസംഗിച്ചപ്പോൾ ഈ വിഷയം അവിടെ പ്രവാചക പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ അന്ന് അവിടെ നിന്നത് വീഡിയോ പിടിച്ചിട്ട് ആരോ യൂട്യൂബിൽ നെറ്റിലിട്ടു. ആ നെറ്റിലൂടെ കണ്ണൂർ ജില്ലയിൽ മുമ്പ് ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ചെറുകുറ്റിയോ മുതുകുറ്റിയോ ഒരു സ്ഥലം. അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത് കണ്ടിട്ട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അഹങ്കാരം പറയല്ല, പടച്ചവൻ തന്ന അനുഗ്രഹത്തെ എടുത്ത് പറയാണ്. ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ തുച്ഛമായ ദിവസം കൊണ്ട് 5 ലക്ഷം സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്നെ ആ ചെറുപ്പക്കാരൻ സൗദി ഈ അടുത്ത സമയത്ത് തന്നെ വിളിച്ചു. ആലോചിച്ചു, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രേരണകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരാളിന്റെ ഹിദായത്തിന്, പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ വഴിമരുന്നിട്ടാൽ കാരണമായാൽ ഇത്ര വലിയ അനുഗ്രഹം. അതുകൊണ്ട് ചിന്തിക്കുക. പോകുമ്പോ പ്രഭാഷണത്തിന്റെ അഭിപ്രായമല്ല, പടച്ചവനെ എന്റെ ജീവിതത്തിൽ എന്താ ഉള്ളത്, കണ്ണടഞ്ഞു പോകാൻ എത്ര കാൽവെപ്പുകളാ ഭൂമിയുടെ പുറന്തലിലുള്ളത്. അതുകൊണ്ട് കാര്യമായി ചിന്തിച്ച് ബാക്കിയുള്ള കാലം പോയത് പോകട്ടെ എന്ന് പറഞ്ഞാൽ മറക്കാനല്ല, മറന്നുപോകാൻ പാടില്ല. ഓർക്കണം, ഓർത്തോർത്ത് കരയണം. കണ്ണീരിൽ ചാലിച്ചൊരു ജീവിതം, ഹൃദയത്തിൽ ആത്മീയമായിട്ടുള്ള അവബോധത്തോടുകൂടെ മുന്നോട്ട് പോയാൽ അല്ലാഹു തആല കാരുണ്യം ചെയ്യും. അവന്റെ ഔദാര്യം അടിക്കടി ചോദിക്കുക, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചക പ്രണയം എപ്പോഴും എന്തിനും, ഏതൊരു വിഷയത്തിനും, ഏതൊരു പ്രതിസന്ധിക്കും സിദ്ധൌഷധമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ചെല്ലിത്തരുന്ന ബൈത്ത് ഉറച്ചങ്ങ് ചെല്ല. നമുക്കെല്ലാം റൗളയിലെത്താനുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നൽകുമാറാകട്ടെ. ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഹബീബിന്റെ ചാരത്തെത്താൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ചെല്ലുന്ന ഈ ബൈത്തിന്റെ ബർക്കത്ത് പോയവർക്ക് പിന്നെയും പോകാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തു റസൂലിനെ കണ്ടവർക്ക് പിന്നെയും കാണാൻ, കാണാത്തവർക്ക് ഒരു നോക്ക് കാണാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രണയം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. കനവിലും നിലവിലും പ്രവാചക പുങ്കവരോട് സമീപിക്കാൻ, അവിടുത്തെ സാമീപ്യത്തിൽ സന്തോഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.